അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ ഇനി വേറെ ആരും വരേണ്ട, സാക്ഷാൽ റഷ്യ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇറാനെ തൊട്ടാൽ അതൊരു വലിയൊരു തീക്കളിയാകുമെന്ന് അമേരിക്കയ്ക്ക് റഷ്യ നൽകുന്ന വമ്പൻ മുന്നറിയിപ്പ്. ഇറാനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അമേരിക്കയ്ക്ക് നൽകുന്ന താക്കീത്. വെറുതെ വാക്കാലുള്ള ഒരു ഭീഷണി മാത്രമല്ല ഇത്. അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിൽ തമ്പടിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ മേഖലയിലും ഒമാൻ കടലിലുമായി ഇറാനൊപ്പം ചേർന്ന് വമ്പൻ സംയുക്ത നാവികാഭ്യാസം റഷ്യ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയെ നോക്കുകുത്തിയാക്കിയുള്ള റഷ്യയുടെ ഈ ഒരു മാസ് എൻട്രി ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ അതൊരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്ക് പിന്നാലെയാണ് സെർജി ലാവ്റോവിന്റെ ഈ നിർണായക ഇടപെടൽ വരുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുൻപ് നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികളുടെ നിരീക്ഷണത്തിനുള്ള കേന്ദ്രങ്ങളെ പോലും ബാധിച്ചുവെന്നും അതൊരു വൻ ആണവ ദുരന്തത്തിന് വഴിവെക്കാമായിരുന്നുവെന്നും റഷ്യ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇതൊന്നും വകവയ്ക്കാതെ മാർച്ച് പകുതിയോടെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സർവ്വ സൈനിക സജ്ജീകരണങ്ങളും പൂർത്തിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വൈറ്റ് ഹൗസ്. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതോടെ മേഖലയിൽ ഒരു പോസിറ്റീവ് മാറ്റം വന്നു തുടങ്ങിയിരുന്നു. പുതിയ സംഘർഷങ്ങൾ ഉണ്ടാക്കി അമേരിക്ക ഈ സമാധാനം കെടുത്താനാണ് നോക്കുന്നത് എന്ന് റഷ്യ കുറ്റപ്പെടുത്തുന്നു. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും നിയമപരമായ അവകാശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ഇതിന് പൂർണ്ണ പിന്തുണയുമായി റഷ്യ എത്തിയതോടെ റഷ്യൻ പ്രകൃതിവാതകം വൻതോതിൽ വാങ്ങാൻ ഉൾപ്പെടെ ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ വലിയൊരു വൻമതിലായി റഷ്യ മാറുമ്പോൾ ലോകം മറ്റൊരു ലോകമഹായുദ്ധ ഭീതിയിലേക്ക് നീങ്ങുകയാണ്. ഒരു വശത്ത് ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്ന അമേരിക്ക, മറുവശത്ത് പ്രതിരോധിക്കാൻ ഉറച്ച റഷ്യയും ഇറാനും. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.